ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ജാസ് സ്റ്റോറീസ്. അപ്പം ഇന്നത്തെ പ്ലാന് ഞങ്ങൾ ഇന്ന് കാസബ്ലാങ്കയ്ക്ക് പോവാണ്. തൊണ്ടൊക്കെ കുറച്ച് പോയി കിടക്കുവാണ്. അപ്പം മറക്കേഷിൽ നിന്ന് കാസബ്ലാങ്കയിലോട്ട് 2 hours ജേർണി ഉണ്ട് കേട്ടോ. നമ്മുടെ സത്യപഞ്ഞയിൽ നിന്ന് അറ്റ്ലാസ് മൗണ്ടന് ട്രക്കിങ്ങിന് പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കാസബ്ലാങ്കയിൽ നല്ല വെതറാണ്, അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഇവിടുന്ന് 2 hours ജേർണി ഉണ്ട് കാസബ്ലാങ്കയാണ് മൊറോക്കോയുടെ ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ കാസബ്ലാങ്കയുടെ വിശേഷങ്ങളായിട്ട് കാണാവേ. കാറിലാട്ടോ. അപ്പം കാറ് വന്നു, കാറിൽ കയറി. നല്ല വലിയ കാറാണേ. നേരം വെളുത്ത് വരുന്നുള്ളേ. ഞങ്ങൾ ഇറങ്ങിയപ്പം സൺറൈസ് പോലും ആയില്ലായിരുന്നേ. ഇവിടുത്തെ സൺറൈസ് ടൈം ഇപ്പം 8:30 ആട്ടോ. പിന്നെ സൺസെറ്റ് ഒരു 6:30 ആകുമ്പോൾ ആകുവേ. ഇവിടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോവാണ്. ഇത് നേരം വെളുത്തിട്ടില്ല, സൺറൈസ് ആയില്ല. ഇവിടെ സൺറൈസ് 8:30 കേട്ടോ. രാവിലെ കിട്ടിയത് പറാട്ടയും ഇതാട്ടോ. കോമഡി എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് നാട്ടിലെ പൊറോട്ട പോലെ തോന്നി. അപ്പോൾ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ചിക്കൻ കറി ഉണ്ടെന്ന്. പക്ഷേ അവസാനം ചെയ്തത് ഹീറ്റ് ചെയ്ത് ഇത് മാത്രമേ ഉള്ളൂ. ചീസിൻ്റെ കൂടെ കഴിക്കേണ്ടി വന്നു. ഓ യാ, let's go and see. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുതിക്കും സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നേ. സത്യം പറഞ്ഞാൽ സൺറൈസ് ആണ് ഇഷ്ടം സൺസെറ്റ് ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് കേട്ടോ. രണ്ടും ഇഷ്ടമാണ്. പക്ഷേ ഇത്തിരി കൂടുതൽ സൺസെറ്റ് ആയിരിക്കുമേ. കാരണം സൺസെറ്റ് കഴിഞ്ഞ് ആ ശാന്തതയും പിന്നെ ഉള്ള ആ ആകാശവും കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. നിങ്ങൾ സൺറൈസ് ആണോ സൺസെറ്റ് പേഴ്സൺ ആണോ കമന്റ് ചെയ്യണേ. പിന്നെ കണ്ടോ, ഈ മൗണ്ടൻസിന്റെ പിറകില് സൂര്യനെ ഒളിച്ചിരിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നത് മൊറോക്കോ പൊതുവെ മരുഭൂമിയാണ്. പക്ഷെ ഇവിടെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇഷ്ടംമാതിരി പാടങ്ങളുണ്ട്. Eternal as the drum glimmers dance on the ocean's crest. Nature hums her song. അങ്ങനെ 2.5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിയിട്ട് കാസബ്ലാങ്ക. ഞങ്ങളെ കാസബ്ലാങ്ക വെൽക്കം ചെയ്യുന്ന ഈ ബ്യൂട്ടിഫുൾ റെയിൻബോ വെച്ച് കേട്ടോ. നല്ല മൂടി കിടപ്പുണ്ട്. ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആ കാണുന്ന കേട്ടോ കാസബ്ലാങ്കയുടെ ടെക്നോ പാർക്ക്. കാസബ്ലാങ്ക ഒരു കംപ്ലീറ്റ് സിറ്റി വൈബ് ആട്ടോ. സിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഇഷ്ടപ്പെടുവേ. പിന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരൊക്കെ പോലെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ റോഡ്സും ബിൽഡിങ്സും പിന്നെ കുറച്ച് ട്രാഫിക്കും ഉണ്ട് അത്യാവശ്യം. അതൊക്കെ കാണുമ്പം ബാംഗ്ലൂർ പോലെ തന്നെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന മോളിൻ്റെ പേരാണ് കാലിഫോർണിയ മോൾ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഏരിയയിലെല്ലാം റിച്ച് പീപ്പിളാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയുടെ പേര് കാലിഫോർണിയ ഓഫ് കാസബ്ലാങ്ക എന്നാണ് പറയുന്നത് കേട്ടോ. ആ കാണുന്ന പള്ളിയാണ് മൊറോക്കോയുടെ ആദ്യത്തെ പള്ളി. 1937 പണിത പള്ളിയാണ്. മൊറോക്കോയില് ഏറ്റവും അവസാനം റൂൾ ചെയ്തത് ഫ്രഞ്ചുകാരാണ്. അതുകൊണ്ട് തന്നെ അവർ പണിത പള്ളിയാണ് കേട്ടോ അത്. 1957 അവർക്ക് ഫ്രഞ്ചുകാരിൽ നിന്ന് മോചനം കിട്ടുന്നത് കേട്ടോ, ഫ്രീഡം കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അറബിക് ആണെങ്കിലും മിക്ക ആൾക്കാർക്കും ഫ്രഞ്ചും അറിയാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഫ്രഞ്ച് അറിയാമെങ്കിലും ഇവിടെ സംസാരിക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഇംഗ്ലീഷ് കൊണ്ട് അത്യാവശ്യം മാനേജ് ഒക്കെ ചെയ്യാം കേട്ടോ. ഇത് മൊറോക്കോയുടെ ഒരു പള്ളിയാണ് കാസബ്ലാങ്കയിലുള്ളത്. അപ്പം ഈ പള്ളിയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കത്തില്ല പോലും. ഇവിടെ 97% മുസ്ലിംസ് ആണല്ലോ. അപ്പം ഓൺലി 3% കാത്തലിക്സും പിന്നെ
ജ്യൂസും ഉണ്ട് കേട്ടോ കുറച്ച് പേര്. അപ്പം ഫ്രഞ്ച് കോളനി ആയിരുന്നു ഇത്. അപ്പോൾ ഫ്രഞ്ച് കോളനി ടൈമിൽ ഈ ബിൽഡ് ചെയ്ത ചർച്ചാണ്. അപ്പോൾ ഈ ചർച്ച് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കത്തില്ല. ചിലപ്പോൾ എക്സിബിഷനോ അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ടൂറിസ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് ഒന്നകത്ത് കയറി നോക്കാവേ. So this is a beautiful church, guys. So basically this church is only used for exhibitions. As Morocco is a Muslim country, there are only 3% of Catholics and Jews in Morocco, and so 97% people are Muslim here, so they don't use this church. They have another church in Casablanca they use for mass prayers and all. So basically this is it. കാഫറ്റീരിയ ഒക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും പള്ളിയുടെ മുമ്പിലേ ഉണ്ടോ. ഈ സൈഡിലാണ് ഇങ്ങനെയാണ്. അപ്പം ഈ പള്ളി ബേസിക്കലി പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കാറില്ല, പക്ഷേ ഇങ്ങനെ എക്സിബിഷൻ സംഭവത്തിലും ടൂറിസ്റ്റ് സംഭവത്തിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. കസാബ്ലാങ്കയിൽ എല്ലാം വൈറ്റ് ബിൽഡിങ്സ് ആണ് കേട്ടോ. മറക്കേഷിലാണെങ്കിൽ എല്ലാം മണ്ണിൻ്റെ കളർ ബിൽഡിംഗ് ആണ്, പക്ഷേ ഇവിടെ ആണെങ്കിൽ എല്ലാം വൈറ്റ് ബിൽഡിങ്സ് ആണ് കേട്ടോ. അതാണ് കാസബ്ലാങ്കയുടെ പ്രത്യേകത. അപ്പോൾ ഓരോ സിറ്റിയും ഓരോ കളറിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മൊറോക്കോയിൽ കേട്ടോ. ഈ കാണുന്ന പള്ളിയിലാണ് നിലവിൽ കുർബാനയൊക്കെ നടക്കുന്ന പള്ളിയെ. വീണ്ടും ഒരു സ്റ്റോപ്പ് കിട്ടി കേട്ടോ കാസബ്ലാങ്കയിൽ തന്നെ. അപ്പം ഇതിൻ്റെ അകത്തൊരു മാർക്കറ്റ് പോലെയാണ്. മാർക്കറ്റിലോട്ട് പോവാണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടി. ഇനി ഷോപ്പിംഗ് ഒന്നും ചെയ്യാനില്ല, ഇന്നലെ തന്നെ കുറേ ഷോപ്പിംഗ് ചെയ്തു കേട്ടോ. അപ്പം പക്ഷേ നോക്കാം, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കിട്ടിയാലോ വാങ്ങിക്കുവേ. എന്നാൽ എന്താ പറയുക, ഒരു ഗോവയുടെയും ആർക്കിടെക്ചറും കാരണം കുറച്ച് ഇവിടെ ഫ്രഞ്ച് കോളനി ആണല്ലോ. പിന്നെ ബാംഗ്ലൂരിലെ കുറച്ച് സിറ്റിയൊക്കെ പോലെയൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ ഗോവൻ ഗോവയുടെ ഒരു ഫീലൊക്കെ വരത്തില്ലേ ഈ ആർക്കിടെക്ചർ കാണുമ്പോൾ. പിന്നെ നല്ല തണുപ്പുണ്ട്, നല്ലൊരു ഭയങ്കര തണുപ്പില്ല, പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. നല്ല ബിൽഡിങ്സ്, പച്ച കളർ റൂഫുള്ള ബിൽഡിങ്സ് ഉണ്ട്. ബ്യൂട്ടിഫുൾ. ഈ മരം കാണാൻ നല്ല രസമില്ലേ? എന്നാ മരമാണ് അറിയില്ല കേട്ടോ, നല്ല ഒരു ഭംഗിയുള്ള മരം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ട്രഡീഷണൽ ഡ്രസ്സസ് ആണ്. Stillness, the clouds drift high. Thoughts like breezes whisper by. Endless waves of a calm blue sky, where dreams Hi. take wings and learn to fly. Gentle echo of time's embrace. Each shadow finds its quiet space in the flow of light and tender. ബാക്കിലൊക്കെ ചെമ്മൻ്റെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. Binds the soul to this serene place. നല്ല തൂണ്, നല്ല പഴക്കമുള്ള പ്ലേസ് ആണ് കേട്ടോ. Like a river rolling free in the silence of the sea. രണ്ട് സൈഡിലും ഷോപ്സ് ആണ്. ഇതാണ് ഇവിടുത്തെ ഡ്രസ്സ് കേട്ടോ. ഇത് ലോങ് ഹെയർ പോലത്തെ വിത്ത് ഹാറ്റ്. ഈ മനുഷ്യട്ട് കിട്ടില്ലേ അതുകൊണ്ട് അവിടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇങ്ങനത്തെയാണ് വിത്ത് ഹാറ്റ് ഉള്ളത്. മുഹമ്മദ് 5 സ്ക്വയറിലാണ്. അപ്പം കിങ് മുഹമ്മദ് 5ന്റെ ബിൽഡ് ചെയ്ത സ്ക്വയർ ആണ് കേട്ടോ ഇത് കാസബ്ലാങ്കയിൽ. അപ്പം ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ടൂർ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പ്ലേസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് സമയം തന്നേക്കുവേ. അപ്പം
നല്ല കേട്ടോ, നമുക്ക് അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ടൂർ കോസ്റ്റ് 22 euros ഉള്ളൂ കേട്ടോ. കാരണം 12 hours ടൂറാണിത്. 3 hours മറക്കേഷ് ടു ഇവിടെ എടുത്തു, മറക്കേഷിന് കാസബ്ലാങ്കയുടെ എടുത്തു. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് തീർത്തി കൊണ്ടുപോകും കേട്ടോ, ഓരോ പ്ലേസിലും കാണിച്ച്. പിന്നെ 12 hours നമ്മളിങ്ങനെ കറക്കിക്കൊണ്ട് കൊണ്ടുപോകും. പിന്നെ ഓരോ പ്ലേസിൽ നമുക്ക് സമയം തരും അവർ സ്പെൻഡ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനൊക്കെ. അപ്പം അതൊരു നല്ല കാര്യമാണ്. എനിക്കൊന്ന് ഈ ടൂർ വേർത്താന്ന് തോന്നും. പിന്നെ കാസബ്ലാങ്കയിൽ അധികം കാണാനൊന്നുമില്ല, അതുകൊണ്ട് 1 day ടൂർ ഓക്കെയാണ്. അറ്റ്ലാസ് മൗണ്ടനിൽ ഇത് ക്യാൻസൽ ആയതുകൊണ്ടാണ് നമ്മൾ കാസബ്ലാങ്കിൽ വന്നത്. അല്ലെങ്കിൽ നമ്മൾ കാസബ്ലാങ്ക പ്ലാൻ ഇല്ലായിരുന്നു. എന്തായാലും നല്ല വെയിലുള്ള ദിവസമാണ്, നല്ലൊരു ദിവസമാണ് കേട്ടോ. ഇങ്ങനൊരു സംഭവം തന്നെ കാസബ്ലാങ്കയുടെ ഇങ്ങനെ സംഭവം തന്നിട്ടുണ്ട്. സംഭവം ഉണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ. We're here in Casablanca. It's actually a good weather today. Yeah. So, Finally. well, what can you say? So welcome to Casablanca, and this is Jose, this is Mia, and me, Jasmine. So Hello. ട്രാം ഒക്കെ അതിൽ പോകുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇവിടെ മൊറോക്കോയിൽ വന്ന ട്രാം കാണണേ. The stillness, clouds drift high. Thoughts like ഇവിടെ പ്രാവുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മനുഷ്യൻ ഫോട്ടോ എടുക്കാൻ നിൽപ്പുണ്ട് കേട്ടോ. കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാം ഈ മനുഷ്യൻ്റെ കൂടെ. വണ്ടി കയറാൻ സമയമായി. പോട്ടെ. മുഹമ്മദ് ഹാസിം മോസ്ക് ആണ് അവിടെ കാണുന്ന മോസ്ക്. ഇവിടെ നല്ല സീ വ്യൂ ഉണ്ട്. സീ വ്യൂവിൻ്റെ അപ്പുറമാണ് മോസ്ക്. കുറേ സീഗൾസ് ഒക്കെ ഉണ്ട്. എൻ്റെ പുറകെ കാണുന്നെല്ലാം സീഗൾസ് ആണ്. നല്ല ബ്ലൂ സീ, അതിന് പുറകിൽ മോസ്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ല ഏരിയ കേട്ടോ ഇത്. നല്ല ബ്യൂട്ടിഫുൾ ഏരിയ. of light, a tender trace. കാണുന്ന ഒക്കെ സീകളാണ്. സീകൾ, നല്ല ബ്ലൂ സീ. അപ്പുറമൊക്കെ സിറ്റിയാണ്. ഇവിടെ വാക്ക് വേ പാർക്കൊക്കെ. പിന്നെ ഇതാണ് ആ മോസ്ക്. വലിയ മോസ്കാണ്, പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പം ചെറിയ മോസ്കാണ് തോന്നുന്നത്. അവിടെ രണ്ടുപേർ ഫോട്ടോസ് എടുക്കാൻ കല്ലുമേലൊക്കെ കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തണുപ്പുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട്, പക്ഷേ വെയിൽ അറിയുന്നില്ല കേട്ടോ. നല്ല തണുപ്പും ഉണ്ട്. ഇത് മൊത്തം കടലാട്ടോ. ഇവിടെ ഒരു പോർട്ട് ഉണ്ടെന്നാണ് പറയുക കേട്ടോ, എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദ സ്റ്റഫ്സ് ടു യൂറോപ്യൻ കൺട്രീസ് ഇവിടെ നിന്നാണ് പോകണമെന്ന് പറയുന്നത്. ഫിഷിൽ നിന്ന് പോകാട്ടോ ഒരാൾ. ഇതേ ഫിഷിങ് ചെയ്യുന്നുണ്ട്. നല്ല വെയിലുണ്ടെങ്കിലും വെയിലിന് ചൂടില്ല കേട്ടോ, കാരണം തണുപ്പുണ്ട്. നല്ല തണുത്ത് കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല വെതറാണ്. എനിക്ക് തോന്നുന്നത് ഈ സമയത്തൊക്കെ ഇവിടെ വരാൻ ഓക്കെയാണ്. സമ്മർ സീസണിൽ നല്ല പൊരിഞ്ഞ് വെയിലായിരിക്കും കേട്ടോ. ഇത് പുള്ളി ഫിഷ് ചെയ്യുവാണ്. സീവീഡ് പുള്ളി എടുത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. മീനിന് ഫുഡ് ഭക്ഷണം കൊടുക്കാനാണെന്ന് അറിയത്തില്ല കേട്ടോ, മീൻ പിടിക്കാതെ എടുത്ത്. നല്ല രസമാണ് ഇത് നടക്കാൻ. സത്യം പറഞ്ഞാൽ നല്ല വെയിലൊക്കെ ഉണ്ടോണ്ട്. പിന്നെ അയർലൻഡിൽ ഇവിടെ വരാൻ 3.5 hours 3 hours 45 minutes ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ സാധാരണ കേരളത്തിൽ നിന്ന് ഡൽഹിയോ സിംഗപ്പൂരോ ഒക്കെ പോകുന്ന പോലെ അയർലൻഡിൽ മൂടലും എന്താ പറയുക മഴയും ഒക്കെ നമുക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ചീപ്പ് ഫുഡാണല്ലോ, അത്രയും എക്സ്പെൻസീവ് ഇല്ല. മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് നോക്കിയാൽ നമുക്ക്
ഇവിടെ ഇറ്റ്സ് വെരി ചീപ്പ്. ഫുഡൊക്കെ നല്ല ലാഭമാണ് കേട്ടോ ഇവിടെ. ഫുഡൊക്കെ നമ്മൾ എന്ത് കഴിച്ചാലും എത്ര കഴിച്ചാലും പൈസ കുറവാണ്. അപ്പം ഇവിടുന്ന് പോവുകയാണേ, അടുത്ത ഡെസ്റ്റിനേഷനോട് പോകാൻ സമയമായി. Oh, okay. This is Hassan II Mosque. Yeah, Hassan II. And the king system here is called Hassan Muhammad. Okay. Like our actual king is called Muhammad VI, but his son is Hassan III, like the future king. Like his father. ഗൈസ്, ആഫ്രിക്കയിലെ മൂന്നാമത്തെ വലിയ മോസ്കാണ് കേട്ടോ ഇത്. ഈ മോസ്ക് 23 വർഷം പഴക്കമുള്ള മോസ്കാണ്. 1993 കംപ്ലീറ്റ് ചെയ്ത മോസ്കാണ് കേട്ടോ ഇത്. ഭയങ്കര വലിയ മോസ്കാണ്. 8 കോടി ആൾക്കാർക്ക് മോസ്കിൽ ഒരുമിച്ച് ഇരിക്കാന്നാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര മഴയാണ് പുറത്ത്. നന്നായിട്ട് മഴ നിറഞ്ഞ് മൂടുമായിരുന്നു. മഴ കാരണം മൊത്തം മൂടും പോയി കേട്ടോ. തണുപ്പുണ്ട്. ഇത്രയും നല്ല വെയിലുണ്ടായിരുന്നേ. മോസ്കോട്ട് കയറിയപ്പോഴത്തേക്കും മഴ പെയ്തു. ഈ കാണുന്നത് മോസ്കിലോട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഈ ഡോറൊക്കെ ഉണ്ടാക്കിയത് ടൈറ്റാനിയം കൊണ്ടാണ്. നല്ല ഹെവിയും നല്ല എക്സ്പെൻസീവ് ആയുള്ള ഡോർസ് ആണ് കേട്ടോ. പണ്ടത്തെ രാജാവ് ആളുകൾക്ക് മോസ്ക് പണിതെന്ന് പറയുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു കവർ തരുവേ. ആ കവറിനകത്ത് നമുക്ക് നമ്മൾ ചെരുപ്പുകളൊക്കെ ആക്കി കൈ പിടിക്കാവേ ഇറങ്ങുന്നോടം വരെ. മോസ്ക് പണിതേക്കുന്നത് കടലിന് മുകളിലാണ്. നല്ല എന്താ പറയുക, ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞാൽ ടർക്കിയിലെ മോസ്കിനേക്കാൾ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ മോസ്ക് കേട്ടോ. ഇതിവിടെ പ്രാർത്ഥിക്കുന്ന മോസ്കാണ്. 1 മണിയാകുമ്പോൾ മോസ്ക് ക്ലോസ് ആവേ. ഓ മൈ ഗോഡ്, നല്ല രസമുണ്ട് കേട്ടോ ഈ വുഡൻ സംഭവം കാണാൻ. ഫുൾ വ്യൂ മോസ്കിൻ്റെ. സെൻട്രൽ ഇങ്ങനെ സൂര്യൻ്റെ ഡിസൈൻ ആണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ കൊടുത്തേക്കന്നെ അല്ല. ഓക്കെ അല്ല കേട്ടോ, ഈ ബ്ലോക്കിൽ ഡിഫറെൻറ്റ് ഡിസൈനാണ്. ഓരോ ബ്ലോക്കിലും ഓരോ ഡിസൈനാണ് കൊടുത്തേക്കന്നെ. ഇവിടെ ഇങ്ങനെ ഫുൾ ഏരിയ ഇങ്ങനെ അങ്ങനത്തെ കൊടുത്തേക്കണം കേട്ടോ. വെച്ചാൽ നമുക്ക് തലയിൽ തുണി ഇടുന്നതാണ്. ഞാൻ ടർക്കിയിൽ ഒരു മോസ്കിൽ പോയപ്പോൾ അവിടെ തല തുണി ഇടുന്നായിരുന്നു, പക്ഷേ ഇവിടെ ഇടണ്ട കേട്ടോ. അപ്പം നമുക്ക് ഷോളൊന്നും ക്യാരി ചെയ്യണ്ട, ദാറ്റ്സ് ഫൈൻ. ഞാൻ ആക്ച്വലി ഒരു ഷോൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ തല തുണി ഇടണമായിരിക്കും വിചാരിച്ചു, പക്ഷേ എവിടെ തുണിയൊന്നും ഇടണ്ട. നമുക്ക് പിന്നെ മോഡസ്റ്റായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് വന്നാൽ മതി കേട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ. പിന്നെ ഫോട്ടോസ് എടുക്കാൻ അലൗഡാണ്. പിന്നെ ഇവിടെ ടൂർ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും.
കാണുന്നത് മോസ്കിന് താഴത്തെ നിലയാണ്. ഇവിടെ എല്ലാവരും പ്രിപ്പയർ ചെയ്യലാണ് കേട്ടോ, പ്രേയറിന് വേണ്ടി, നമസ്കാരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ കൈയും കാലും മുഖമൊക്കെ കഴുകാനുള്ളത് ടാപ്പാണ് കേട്ടോ. നല്ല ലോട്ടസ് ഷേപ്പിൽ ബിൽഡ് ചെയ്ത ടാപ്പാണ്. ഈ റംസാൻ ഈദ് സമയത്ത് പുറത്തു നിന്നും ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ 8 കോടി ജനങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോലും. ഗൈസ്, മോസ്ക് വിസിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് അറിയില്ല, നോക്കാം. ചിലപ്പോൾ ലഞ്ചിനായിരിക്കും. ഇപ്പോൾ ഓൾറെഡി 1 o'clock ആയി. ഇപ്പം വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു, കണ്ടറിയാം എല്ലായിടത്തും നനഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പം നല്ല വെയിലുണ്ട്. മഴ വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. എനിവേ, ചിലപ്പോൾ ലഞ്ചിനായിരിക്കും. നല്ല വിശക്കുന്നുണ്ട് ഇപ്പം. ലഞ്ചിനായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്തായാലും കാണാവേ. ഇന്നലെയാണ് ആദ്യമായിട്ട് ഞാൻ മൊറോക്കൻ ലഞ്ച് കഴിച്ചത്. കുഴപ്പമില്ലായിരുന്നു, നമ്മുടെ മസാലയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് എന്താണ് സെലക്ട് ചെയ്യാൻ പോകുന്നതറിയില്ല. പക്ഷേ ഇവിടുത്തെ കബാബൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അവർ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൈസസൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം എരിവൊന്നും ഇല്ലാത്ത ഫുഡാണ്, പക്ഷെ നല്ല കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെയാണ്. നോക്കാം. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിൽ പോകണം കേട്ടോ. അപ്പം ഷേസ് ട്രേഡ് ആണ് ഇതിൻ്റെ പേര് കേട്ടോ. ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ കഴിച്ചത് പൊറോട്ട പോലത്തെ സംഭവമാണല്ലോ, അത് എന്താണെങ്കിൽ അറിയില്ലായിരുന്നു. നോക്കാം. ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻ്റാണ് അത്. മറ്റേ മോസ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ള റെസ്റ്റോറൻ്റ് കേട്ടോ. ഒരു 5 മിനിറ്റ് കാണത്തുള്ളൂ. ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡ് ഈ പോയിസൺ ഗംബാസ് എന്ന സംഭവം കേട്ടോ. ഇതായി സംഭവമാണ്. എനിക്കൊന്ന് എല്ലാം മിക്സ്ഡ് സീ ഫുഡ് പോലത്തെ ഒരു സംഭവമാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്, കഴിച്ച് നോക്കാറുണ്ട്. സത്യം പറഞ്ഞ ഗൈസ്, ഞാൻ ഉദ്ദേശിച്ച ഫുഡ് വേറെ, വന്നത് വേറെ. ഞാൻ വിചാരിച്ചു മിക്സ്ഡ് സീ ഫുഡ് പ്ലേറ്ററാണ് കേട്ടോ, പക്ഷെ അത് പാസ്ത ആയിരുന്നു. എനിക്കൊന്ന് പോയിസൺ എന്ന് അവർ പറയുന്ന പാസ്തയ്ക്കാണെന്ന് തോന്നുന്നു. വന്നത് ഈ പാസ്ത ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ കാസബ്ലാങ്ക വ്ളോഗിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ ഇത്. അപ്പം എന്താ പറയുക, മൊത്തം ഓഷനാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. നല്ല തണുപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ജാക്കറ്റൊന്നും എടുത്തില്ല, അതുകൊണ്ട് ബീച്ചിലോട്ട് പോകുന്നു തോന്നില്ല. പിന്നെ ഇന്ന് ബീച്ച് കുറച്ച് റഫോടെയാണേ. അപ്പം നല്ല വേവ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നു. ഇവിടെ തന്നെ ഒരു മോളുണ്ട്. അപ്പോൾ ഈ പ്ലേസിൻ്റെ പേരെന്തുവാ? അൻഫ പ്ലേസ് എന്ന് പറഞ്ഞാൽ ലിവിങ് റിസോർട്ടൊക്കെ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. 4 സീസൺസ് റിസോർട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട് ഇവിടെ. ബീച്ച് ഫേസിങ് റിസോർട്ടാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന അൽഫ പ്ലേസ് മോളിലോട്ടാണ് കേട്ടോ. സോ സത്യം പറഞ്ഞാൽ തണുപ്പ് ആയതുകൊണ്ടാണ് 1 മണിക്കൂർ ഇവിടെ ടൈം തന്നിട്ടുണ്ട് ബീച്ചിലേക്ക് പോകാൻ. പക്ഷെ തണുപ്പാണ്, അതുകൊണ്ട് പോകുന്നില്ല ബീച്ചിലോട്ടൊന്നും. അങ്ങനെ ഇതാണ് മോള്. അകത്ത് കയറി നോക്കട്ടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്ന്. സത്യം പറഞ്ഞാൽ മറക്കേഷിനേക്കാളും ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടെ. സിറ്റി ആയതുകൊണ്ട് ഇവിടെ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഗൈസ്, വീണ്ടും 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ പുറപ്പെടുവാണ്, തിരിച്ച് പോവുകയാണ് മറക്കേഷിലോട്ട്. പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല ബ്യൂട്ടിഫുൾ ബീച്ചസ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. കാസബ്ലാങ്ക ബീച്ച് കാണാൻ നല്ല ബ്ലൂ സീ ആണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വാനിൽ 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതായിരുന്നു, ഇൻക്ലൂഡിങ് ദ ഡ്രൈവർ. അപ്പം 7 പേര് ടൂറിസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. 4 പേര് ഹംഗറിയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. നല്ലൊരു ടീമായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും നല്ല ടൈമിങ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു എല്ലാവരും വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ കാണുന്ന സംഭവം കണ്ടോ, ഇതാണ് മൊറോക്കോൻ മോൾ കേട്ടോ. ഈ മോളിൻ്റെ പ്രത്യേകത ഫുട്ബോളിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഈ മോളിൻ്റെ എൻട്രൻസ് ബിൽഡ് ചെയ്തേക്കുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ മൊറോക്കോക്ക് പ്ലാൻ ചെയ്തപ്പോഴാണ് മൊറോക്കോ എവിടെയാണെന്ന് ഞാൻ മാപ്പ് എടുത്ത് നോക്കുന്നതെന്ന് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കേട്ടോ ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ലാംഗ്വേജും ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പം ഓരോന്നും വ്യത്യാസമായിട്ടുള്ള അല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മൊറോക്കോ ഒരു ബിഗ് ഫാൻ ഓഫ് ഫുട്ബോളാണ് കേട്ടോ. ആഫ്രിക്കൻ കപ്പിൻ്റെ ഫിനാലിക്ക് അന്ന്
നല്ല ബഹളം ഉണ്ടായിരുന്നു ഇവിടെ. ആ ദൂരെ വെളുത്ത് കാണുന്നില്ലേ, അതാണ് അറ്റ്ലാസ് മൗണ്ടൻസ് കേട്ടോ. അറ്റ്ലാസ് മൗണ്ടന് ആഫ്രിക്കയുടെ തന്നെ ഏറ്റവും ഹൈറ്റുള്ള മൗണ്ടനാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയത് കാണാൻ. എല്ലാം മഞ്ഞ് പിടിച്ച് വെളുത്തിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അധികം വിചാരിച്ചു അത് ക്ലൗഡ്സ് ആണ്, പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അല്ല, അത് മൗണ്ടൻ തന്നെയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, സൺസെറ്റ്. എന്ത് ഭംഗിയല്ല ആകാശം കാണാൻ സൺസെറ്റ്. ഓരോ സ്ഥലത്തു നിന്നും ഈ സൺസെറ്റ് കാണുമ്പോൾ പ്രത്യേക ഭംഗി തന്നെയല്ലേ. പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് സൺസെറ്റും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ട്രിപ്പ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാനാണേ. നിങ്ങൾ മൊറോക്കോക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കേഷിൽ ലാൻഡ് ആകാം കേട്ടോ. അവിടെയാണ് കുറച്ചുകൂടെ കാണാനുള്ള സ്ഥലങ്ങളുള്ളത്. പിന്നെ കസബ്ലാങ്കയ്ക്ക് വരണമെങ്കിൽ ഒരു 1 day വിസിറ്റ് മതിയാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാവേ. booking.com ഒക്കെ നല്ലൊരു സൈറ്റാണ് കേട്ടോ ബുക്ക് ചെയ്യണമെങ്കിൽ. എൻ്റെ ഈ ട്രിപ്പ് 22 euros ആയിരുന്നു കേട്ടോ. നല്ല വേർത്താണ്. ഞങ്ങൾ രാവിലെ 7 o'clock പിക്ക് ചെയ്ത് 7 PM ആയിരുന്നു ഡ്രോപ്പ്. 12 hours ട്രിപ്പായിരുന്നേ. അങ്ങനെ ഫൈനലി ഗൈസ് 3 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം മറക്കേഷ് സിറ്റിയിലോട്ട് എത്തി കേട്ടോ. വൈകുന്നേരങ്ങളിൽ സിറ്റി ഭയങ്കര തിരക്കാണേ. ദേ സിറ്റി നടക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ ഒരു കമൻറ്റ് അയച്ചാൽ കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാവേ. അപ്പം ബൈ ഗൈസ്.